ഇത്തിരി ചോദ്യങ്ങളും ഒത്തിരി ഉത്തരങ്ങളും ആളുകൾക്കുണ്ടാവുന്ന ദന്തശാസ്ത്ര സംബന്ധമായിട്ട് ചികിത്സാ സംബന്ധമായിട്ടുണ്ടാവുന്ന ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. യെസ്, ഇത്തിരി ചോദ്യങ്ങളും ഒത്തിരി ഉത്തരങ്ങളും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വരുന്ന ചോദ്യം, പല്ലെടുക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പല്ലെടുക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? കാരണം പല്ലെടുക്കുന്നതോടുകൂടെ ദന്തശാസ്ത്രം കഴിഞ്ഞു, ദന്തശാസ്ത്രം അസ്തമിച്ചു. ഇവിടെ പല്ലെടുക്കുന്നത് ഒരു ചികിത്സയാണ്. ആണോ? നോ, പല്ലെടുക്കുന്നത് ചികിത്സ അല്ല. ഉദാഹരണം, ഒരാൾക്ക് അസുഖം വന്നാൽ നമ്മൾ ആളെ മരുന്ന് കൊടുക്കുകയോ അതല്ലെങ്കിൽ സർജിക്കലി ആയിട്ടോ നമ്മൾ ചികിത്സിക്കുകയാണ് ചെയ്യുന്നത്, കൊല്ലുകയല്ല, ഉന്മൂലനം ചെയ്യുകയല്ല ചെയ്യുന്നത്, ചികിത്സിക്കുകയാണ്. അത് തന്നെയാണ് ഉദാഹരണം. രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് റൂട്ട് കനാൽ? ഒരു പല്ലിന് വേദന വന്നാൽ എന്തുകൊണ്ട് നമ്മൾ റൂട്ട് കനാൽ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം മറ്റു പകരം വെക്കാം നമുക്ക് ഒരു ചികിത്സാ രൂപം ഇല്ല എന്നത് തന്നെയാണ്. ഉദാഹരണത്തിന്, നമുക്ക് സർജറി കൊണ്ട് മാത്രമേ അസുഖം സുഖമാവുള്ളൂ എന്ന് പറയുന്ന ഒരു ചികിത്സ, മരുന്ന് കൊണ്ടല്ല സർജറി കൊണ്ട് മാത്രമേ അസുഖം സുഖപ്പെടുകയുള്ളൂ എന്ന് പറയുന്ന ഒരു ചികിത്സ ഡോക്ടർ നിർദ്ദേശിച്ചാൽ നമ്മളത് ചെയ്യുന്നു. എന്താണ്? ദർ ഈസ് നോ അതർ സബ്സ്റ്റിറ്റ്യൂഷൻ. അതിന് പകരം വെക്കാൻ മറ്റൊരു ചികിത്സാരൂപം ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വേദന വന്ന പല്ലുകളെ നിലനിർത്താൻ റൂട്ട് കനാലിന് പകരം ദർ ഈസ് നോ അതർ സബ്സ്റ്റിറ്റ്യൂഷൻ. പല്ല് നിലനിർത്തണോ, റൂട്ട് കനാൽ ചെയ്തേ മതിയാവും. അടുത്ത ചോദ്യം, എടുക്കാൻ പറ്റാത്ത പല്ലുകളുണ്ടോ? എല്ലാ ആളുകൾക്കും, പഴയ കാലങ്ങളിൽ ഭൂരിപക്ഷം ആളുകൾക്കും പല്ലെടുത്തു ഒരാൾ മരിച്ചു, പല്ലെടുത്തു അപകടം സംഭവിച്ചു, പല്ലെടുത്തു രക്തം നിന്നില്ല, പല പല ഊഹാപോഹങ്ങൾ. സത്യസന്ധമായിട്ട് ഇതോട് ഒരു ബന്ധവും ഉണ്ടാവില്ല. സത്യത്തിൽ അങ്ങനെയുണ്ടോ? ഇല്ല. എടുക്കാൻ പറ്റാത്ത പല്ല് അല്ല, എടുക്കാൻ പറ്റാത്ത ശരീരമാണ്. ഉദാഹരണത്തിന്, നമ്മളെ രക്തം കട്ട പിടിക്കാൻ തടസ്സം ചെയ്യുന്ന സോർബിട്രേറ്റ് പോലത്തെ മരുന്ന്, അതുപോലത്തെ മരുന്ന്, ഈ മരുന്നുകൾ ക്ലോപ്പിട്രജൽ, സോർബിട്രേറ്റ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ. ഉദാഹരണം, അങ്ങനെ മരുന്ന് കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പല്ലെടുക്കാൻ പറ്റുമോ? ഉത്തരം എന്താണ്? നോ. എന്താണ്? ആ ശരീരത്ത് പല്ലെടുക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് മാർഗം? ഡോക്ടറുടെ, ഫിസിഷ്യന്റെ കൺസൾട്ടിങ്ങിന് ഏത് സമയത്ത് പല്ലെടുക്കുക എന്ന് അവർ നിശ്ചയിക്കണം. ആ സമയത്ത് നമുക്ക് പല്ലെടുക്കാം. മറ്റൊരു അസുഖമാണ് ബ്ലീഡേഴ്സ് ഡിസീസ്. രക്തം നിൽക്കാത്ത അസുഖമുള്ള ആളുകൾ വളരെ റയറാണ്. 0.001% ഒക്കെ ഉള്ളൂ അങ്ങനത്തെ പോപ്പുലേഷൻ. അങ്ങനത്തെ ആളുകൾക്കും പല്ലെടുത്താൽ അപകടം സംഭവിക്കും. അപ്പോ പല്ലെടുക്കാൻ പറ്റാത്ത പല്ലുകളല്ല, പല്ലെടുക്കാൻ പറ്റാത്ത വ്യക്തികളാണ് എന്ന് ഞാൻ ഊന്നി പറയാണ്. അടുത്ത ചോദ്യം, എന്താണ് പല്ലുവേദനയ്ക്ക് നമുക്ക് തോന്നുന്ന അതല്ലെങ്കിൽ ആളുകൾ നിർദ്ദേശിക്കുന്ന എല്ലാ മരുന്നുകളും വേദന സംഹാരിയായിട്ട് നമ്മൾ ഉപയോഗിക്കാനുള്ള തടസ്സം എന്താണ്? ഇന്ന് അറ്റൻഡ് ചെയ്ത ഒരു കേസ്, ഒരു പേഷ്യന്റ്, അവരുടെ വായിൽ ഒരു പല്ലിനും കംപ്ലൈന്റ് വരാത്തതില്ല. ദർ ആർ 2 റീസൺസ്. ഒന്ന്, പാരമ്പര്യമായിരിക്കാം, പക്ഷെ അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. രണ്ടാമത്തത്, അവർക്ക് തോന്നുന്ന ആളുകൾ കൊടുത്ത ഓയിലുകളോ മരുന്നുകളോ പല്ലുവേദനയ്ക്ക് ഉപയോഗിച്ചു എന്നതുകൊണ്ട് അപ്പവേദന മാറിയോ? മാറി. പക്ഷേ മറ്റുള്ള എല്ലാ പല്ലുകളും അതിൻ്റെ എല്ലാം ഹാർഡ്നെസ് നഷ്ടപ്പെട്ടു, എനാമൽ കംപ്ലീറ്റ് പൊട്ടിപ്പോയി. അതുകൊണ്ട് ഒരാളും അതുപോലത്തെ മരുന്ന് ഉപയോഗിക്കരുത് ഡോക്ടർ നിർദ്ദേശമില്ലാതെ. ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ, നമ്മളെല്ലാം കരുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളാണ്.
നമ്മൾ ഓണത്തിനാണെങ്കിലും ക്രിസ്മസിനാണെങ്കിലും പെരുന്നാൾക്കാണെങ്കിലും നമ്മളെല്ലാം പൂത്തിരികൾ പോലത്തെ ചെറിയ ചില മരുന്നുകൾ, പടക്കങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. പക്ഷേ ഏതെങ്കിലും ഉത്സവത്തിന് നമ്മൾ പാറ പൊട്ടിക്കുന്ന വെടിമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ? എന്താ കാരണം? അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് ജീവഹാനി സംഭവിക്കും. അത് തന്നെ. അതുകൊണ്ട് അതിന് ഉപയോഗിക്കുന്ന മരുന്ന്, ഉപയോഗിക്കുന്ന വസ്തു ഏത്, എപ്പോ എന്നുള്ളതാണ് പ്രധാനം. അത് നിർണയിക്കുന്നത് ദന്ത ഡോക്ടേഴ്സ് ആണ്. അപ്പൊ ഡോക്ടേഴ്സിന്റെ അഭിപ്രായ പ്രകാരം മാത്രമേ പല്ലുവേദന ചികിത്സിക്കാവൂ. നിങ്ങൾക്ക് തോന്നുന്ന പോലെ ചികിത്സിച്ചാൽ തോന്നുന്ന പോലെ എല്ലാ പല്ലുകളും നമുക്ക് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. പിന്നെ ഒരു ചോദ്യം, എല്ലാ അസുഖങ്ങൾക്കും, നമുക്ക് പല്ലിന് വരുന്ന എല്ലാ അസുഖങ്ങൾക്കും പൂർണ്ണമായിട്ട് സുഖം പ്രാപിക്കാൻ കഴിയുമോ? ഇതിന്റെ ഉത്തരം ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ പാരമ്പര്യമായ ഫാക്ടറുകളുണ്ട്, ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥയുടെ ഉണ്ട്, ഓരോ സീസണലായിട്ടുള്ള, ഓരോ ഏരിയ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, എന്താണ് എയ്ഡ്സ്? മരുന്നുകൾക്ക് പ്രതിരോധിക്കാനുള്ള കഴിവ് കൊണ്ടാണ് മരുന്ന് നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങൾ മാറ്റുന്നത്. ആ പ്രതിരോധ സംവിധാനത്തിനെ തന്നെ തളർത്തപ്പെടുത്തുന്ന ഒരു അസുഖമല്ലേ എയ്ഡ്സ്? അപ്പൊ അവിടെ മരുന്നിന് റോൾ എന്താണ്? നോ. അതുപോലെ തന്നെ എല്ലാ അസുഖങ്ങളും ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക: പ്രോപ്പർ ബ്രഷിംഗ്, പ്രോപ്പർ സ്കെയിലിംഗ്, പ്രോപ്പർ കൺസൾട്ടേഷൻ, പ്രോപ്പർ ഫില്ലിംഗ് എന്നൊക്കെ പറയുന്ന ഹാബിറ്റ്സ്. കറക്റ്റ് സമയത്ത് പല്ല് ബ്രഷ് ചെയ്യുക, ഒരു വർഷത്തിൽ 1-2 തവണ പല്ല് ഡോക്ടർ സഹായത്തോടെ ക്ലീൻ ചെയ്യിപ്പിക്കുക, പോടുകൾ വന്ന് അടക്കുക, മധുരം തട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുവെങ്കിൽ ഉടനെ ദന്ത ഡോക്ടറെ കാണിച്ച് പല്ല് അടപ്പിക്കുക. ഒരു പല്ല് എങ്ങനെയാണ് കംപ്ലൈന്റ് വന്നു എന്നതിന്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കുക. അപ്പോൾ നിങ്ങളെ പല്ലിനെ ട്രീറ്റ്മെന്റ് വിജയിക്കാൻ സാധിക്കും. ലാസ്റ്റ് നോട്ട് ദ ലീസ്റ്റ്, ഈ ചോദ്യങ്ങളുടെ ഏറ്റവും ലാസ്റ്റിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം: ഗുഡ് ഫുഡ്, റെഗുലർ എക്സസൈസ്, ഗുഡ് ഹാബിറ്റ്, ഹെൽത്തി ലൈഫ്. ഹെൽത്തി ലൈഫിന് നമ്മൾ എന്തെല്ലാം ജീവിതശീലങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം? അത് ഡെന്റൽ ആണെന്നുണ്ടെങ്കിൽ അത് ബ്രഷിംഗ് ആയിരിക്കാം, അത് ബോഡിയിലാണെങ്കിൽ അത് എക്സസൈസ് ആയിരിക്കാം, ഹെൽത്തി ഫുഡ് ആയിരിക്കാം, ഹെൽത്തി ഡയറ്റ് ആയിരിക്കാം, പ്രയർ ആയിരിക്കാം, ഗുഡ് റിലേഷൻസിലായിരിക്കാം, ടെൻഷൻ ഫ്രീ ലൈഫ് ആയിരിക്കണം. അങ്ങനെ ആരോഗ്യകരമായ ഭക്ഷണം, ആരോഗ്യകരമായ ശീലം, ആരോഗ്യകരമായ ബന്ധം, എല്ലാ ആളുകളായിട്ടുള്ള മാനസികമായ ആരോഗ്യകരമായ ബന്ധം, അങ്ങനെ ലോകം മൊത്തം ഒരു വീട് പോലെ ജീവിക്കാൻ സാധിച്ചാൽ തന്നെ ഒരുവിധം അസുഖങ്ങളെല്ലാം ഇല്ലാതെയാവും. താങ്ക് യു. ഐ എം ഡോക്ടർ അലി, അലിയരിമ്പ്രാസ് ഡെന്റൽ ക്ലിനിക്, മെലാറ്റോ. താങ്ക് യു.